ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് 3 അനുഭവങ്ങളാണ് ഉണ്ടായത്. അതിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും മൂന്നെണ്ണമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് എൻ്റെ ഇളയ മോൾക്ക് 3 വർഷമായിട്ട് കൈയുടെ ഈ വിരലിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ചെറുതൊക്കെ ആയിരിക്കും അരിമ്പാറ, ഇത് കുറച്ച് വലിപ്പമുള്ളതായിരുന്നു. 3 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. 2.5 വർഷം അലോപ്പതിയിലായിരുന്നു. ഓയിൻമെൻറ്റുകൾ മാറി മാറി പുരട്ടി. അതുപോലെ തന്നെ മരുന്നും കഴിച്ചിട്ടും യാതൊരു ഡിഫറൻസും ഉണ്ടായിരുന്നില്ല. ആദ്യം ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാൽ പെട്ടെന്ന് പോവും, പിന്നെ പറഞ്ഞ് 2 വർഷത്തിനുള്ളിൽ പോവും. പക്ഷേ 2.5 വർഷമായിട്ട് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആയുർവേദത്തിൽ കൊണ്ടേ കാണിച്ചു. ആയുർവേദത്തിലാണെങ്കിലും ഡോക്ടർ പറഞ്ഞത് ഒറ്റ ദിവസം മരുന്ന് ചെയ്യുമ്പോൾ തന്നെ പോകുമെന്നാണ്. പക്ഷേ 1 മാസം കാണിച്ചിട്ടും യാതൊരു ഡിഫറൻസും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ പലരും പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഒരു ഡിഫറൻസും ഉണ്ടായിരുന്നില്ല. അവസാനമായിട്ട് ഹോമിയോയിലും കാണിച്ചിട്ടും ഒരു ഡിഫറൻസും വന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഉടമ്പടി എടുത്ത ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു തരത്തിലും ഒരു മാറ്റവും മോൾക്കില്ല. അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ മാതാവിനോട് കണ്ണീരോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എനിക്ക് മാതാവ് മാത്രമേ അഭയമുള്ളൂ. അങ്ങനെ 3 ദിവസം അടുപ്പിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം മോളുടെ ആ ഭാഗത്ത് പുരട്ടി. 3ൻ്റെ അകത്ത് ഒരു വിറക് കൊള്ളി പോലത്തെ ഒരു സാധനം കൈ നിന്ന് ഊർന്നു പോകുന്നു. പിന്നെ ആ ഭാഗത്ത് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ മോൾക്ക് ഞാൻ ഓൾറെഡി ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറയാൻ വന്നത്. പക്ഷേ മോളില്ലാത്തതുകൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ കാണിക്കുമായിരുന്നു. പിന്നെ രണ്ടാമത്തെ മോൾക്ക് കഴിഞ്ഞ നവംബർ 5 മാസം മുന്നേ ഒരു സ്കിൻ അലർജി വന്നു. ഫംഗസ് അണുബാധയായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ആദ്യം ആയുർവേദത്തിൽ കാണിച്ചു. പക്ഷേ ചൊറിച്ചിൽ കൂടുതലായതുകൊണ്ട് മോൾക്ക് ഉറക്കമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ അലോപ്പതിയിലേക്ക് മാറി. അലോപ്പതിയിൽ കാണിച്ചെങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുമ്പോൾ മാറും. അടുപ്പിച്ച് 40 ദിവസം മരുന്നുണ്ടാവും. അത് കൊടുക്കുമ്പോൾ മാറും. അതിനുശേഷം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും. മാത്രമല്ല ഈ മരുന്ന് കഴിക്കുന്ന സമയത്തൊക്കെ ലെവോസെട്രിസിനൊക്കെയാണ് മോൾക്ക് ഭയങ്കര ഉറക്കവും ക്ഷീണവും തലവേദനയൊക്കെ ആയിരുന്നു. ഇപ്പോൾ SLC എക്സാമാണ് മാർച്ചിൽ. ഇപ്പോൾ ഫെബ്രുവരി ഒരാൾക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഫെബ്രുവരി ലാസ്റ്റ് വീക്കായപ്പോൾ മരുന്ന് തീർന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അലോപ്പതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ മോൾക്ക് പഠിക്കാൻ പറ്റില്ല, ഉറക്കം തന്നെയായിരിക്കും, തലവേദനയായിരിക്കും. ആയുർവേദത്തിൽ കാണിക്കുകയാണെങ്കിൽ ചൊറിച്ചിലുകൊണ്ട് ആൾക്ക് ഉറങ്ങാനും പറ്റത്തില്ല. ഇപ്പോൾ 2 ഡോക്ടേഴ്സിനെ ഞാൻ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു, SLC എക്സാമാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നുണ്ട് 2 പേർക്കും പറയാൻ ഒന്നേ ഉള്ളൂ, എന്ത് വന്നാലും മാറുന്നതിന് 5-6 മാസം എടുക്കും, ഒന്നും ചെയ്യാനില്ല, എന്തായാലും തുടർച്ചയായിട്ട് മരുന്ന് കൊടുക്കാമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡോക്ടേഴ്സിനെയും കാണിച്ചില്ല. മോൾക്ക് കാശ് രൂപ ഇട്ട് കൊടുത്തു, വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടിത്തൈലം നെറ്റിക്ക് പുരട്ടി, അതുപോലെ നമ്മുടെ നേർച്ച എണ്ണ വായിലിട്ട് കൊടുത്തിട്ട് എല്ലാ ദിവസവും ഉടമ്പടിത്തൈലം നെറ്റിക്ക് കുരിശ് വരച്ചു. അതുപോലെ നമ്മുടെ തേൻ മോൾക്ക് വായിൽ ഒഴിച്ചു കൊടുത്തു. ഇതാണ് ചെയ്തത്. അതിനുശേഷം മോൾക്ക് ഇതുവരെ വന്നിട്ടില്ല. മോൾ എക്സാം നല്ല രീതിയിൽ എഴുതി. മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കുരിശ് വരച്ചിട്ട് ഇയാൾക്ക് എക്സാമിന് പഠിക്കും നന്നായിട്ട്, പക്ഷേ മാർക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത്ര ഓർമ്മക്കുറവുള്ള ആളാണ്. എക്സാം എന്തെഴുതി വന്നാലും അമ്മ എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് പറയുന്ന കുട്ടിയാണ്. പക്ഷേ ഈ ഒരു SLC എക്സാമിന് എല്ലാ ദിവസവും മോൾ പ്രാർത്ഥിച്ച്, അതുപോലെ നമ്മുടെ ഉടമ്പടി നമ്മുടെ പത്രമായിട്ടാണ് മോൾ പോകുന്നത് എക്സാമിന്. എല്ലാ ദിവസവും എക്സാം കഴിഞ്ഞ് വരുമ്പോൾ സന്തോഷത്തോടെ ആൾ തിരിച്ചു വരുന്നതിന് മാതാവിന് 1000 നന്ദി. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഉടമ്പടി എടുത്ത് നമുക്ക് ആദ്യത്തെ ഒരു ധ്യാനം പോലെ ആ സമയത്തുണ്ടായിരുന്നല്ലോ. അപ്പം ആ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് ചുമക്കുമായിരുന്നു. അന്ന് എടുത്തൊരു സിസ്റ്റർ എന്നോട് ചോദിച്ചു, നീ മാത്രം ഇത് ചുമക്കുന്ന, ബാക്കി എല്ലാവർക്കും കൂടാൻ പറ്റുന്നുണ്ട്. എനിക്ക് ചുമച്ചിട്ട് ആ സമയത്ത് വൊമിറ്റ് ചെയ്യാം. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സിസ്റ്റർ, എനിക്ക് എല്ലാവരും ഭയങ്കര ഇത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വേദന എനിക്ക് ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ ചെറുതില്ലേ, അതുവരെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. പല പ്രാവശ്യം കുമ്പസാരിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അന്നേരം സിസ്റ്ററും പറഞ്ഞു, നിൻ്റെ മനസ്സിൽ എന്തോ കരട് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നീ ആ സമയത്ത് ചുമച്ച് വൊമിറ്റ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഇത്രയും വർഷമായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 9ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് പോയതിന് ശേഷം എനിക്ക് എന്താണെന്നറിയില്ല, ഇതുവരെയും ആരോടൊക്കെ എനിക്കുള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ടായിരുന്നു, അതെങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി, അതെങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. താനെ അങ്ങ്, കാരണം ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ലാസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോയതാണ്. കാരണം എൻ്റെ ഉള്ളിൽ വെറുപ്പ് എടുക്കുമ്പോൾ അത് എന്നെ തന്നെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയും അത് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പോയത്. എൻ്റെ മാതാവിൻ്റെ സഹായം കൊണ്ട് ആ ഒരു ക്ഷമിക്കാനുള്ള കൃപ എനിക്കിപ്പോൾ കിട്ടി. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കുറച്ച് നേരം നമുക്ക് ആ ദേഷ്യമാണ്. പക്ഷേ പതുക്കെ കുറച്ച് നേരം കഴിയുമ്പം അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് മാതാവ് എനിക്ക് തന്നു. അപ്പോൾ ഇത്രയും നാളും മാതാവ് ഇന്നും തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും മാതാവിന് ഒത്തിരി നന്ദിയോടെ യേശുവേ നന്ദി. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ കുർബാന കൂടാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പം എനിക്ക് സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവരും നമ്മുടെ കൃപാസനം പത്രം കൊണ്ട് ഏതെങ്കിലും പള്ളിയിൽ കൊണ്ടിടും.
അതെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൊണ്ടേക്ക് ഇടും. ഈ ആളുകൾ പൊതിയാനും അല്ലെങ്കിൽ താഴ്ത്തിട്ട് വലിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തും കൊണ്ട് വെക്കാറില്ല. പിന്നെ പൊതുവേ കിട്ടുന്നവർക്ക് തന്നെ വീണ്ടും കൊണ്ടേ കൊടുക്കും. ഇപ്പോൾ ഞങ്ങളുടെ അവിടേക്കെല്ലാം ക്രിസ്ത്യൻസ് ഉള്ള ഏരിയ, അപ്പോൾ അവിടെ കിട്ടുന്നവർക്ക് തന്നെ 2-3 പത്രം എടുത്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തുവിനെ പറ്റി അറിയാത്ത ആളുകളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഞാൻ പൊതുവേ കൊണ്ട് കൊടുക്കാറ്. പിന്നെ കാരുണ്യപ്രവർത്തികളെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സാമ്പത്തികമായിട്ട് ആരെയും സഹായിക്കാനുള്ളൊരു ഹെൽപ്പ് എനിക്കില്ല. പക്ഷേ ഇപ്പോൾ ഒരു രോഗാവസ്ഥയിലുള്ള ഒരാളാണെങ്കിൽ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സങ്കീർത്തനങ്ങൾ 18:6